ഹായ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നമ്മുടെ ഫസ്റ്റ് സെഷൻ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടെമ്പിൾസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെ പറ്റിയാണ്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇന്ത്യയിലെ ടെമ്പിൾസിൽ നിന്നും ചോദിക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ക്ഷേത്രങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് റിലേറ്റ് ചെയ്ത് ഉള്ളൊരു വീഡിയോ സെഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സെഷനിലേക്ക് പോയാലോ? ഓക്കെ, ടെമ്പിൾസ് ഇൻ ഇന്ത്യ. ഓക്കെ, ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ ഒരു ആർക്കിടെക്റ്റുമായി ബന്ധപ്പെട്ട ഒരു 3 കാര്യം പറഞ്ഞു തരാം. അതായത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ടെമ്പിൾസിനെ തന്നെ നോർത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ, സൗത്ത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ തന്നെ രണ്ടായി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ കാണുന്ന ടെമ്പിൾസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങൾ കെട്ടിയിരിക്കുന്നത് ദ്രാവിഡ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ബേസ് ചെയ്താണ്. ദ്രാവിഡ എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട് സൗത്ത് ഇന്ത്യ അല്ലേ. ദ്രാവിഡ സ്റ്റൈൽ ഓഫ് ടെമ്പിൾസ് ആണ് സൗത്ത് ഇന്ത്യയിലെ ടെമ്പിൾ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി അത് നമ്മൾ നോർത്ത് ഇന്ത്യയിലോട്ട് പോയാൽ നമ്മുടെ കൊണാർക്കിലെ സൺ ടെമ്പിൾ, മധ്യപ്രദേശിലെ ഖജുറാഹോ ക്ഷേത്രം, ഒഡീഷയിലെ പൂരി ജഗന്നാഥ ടെമ്പിൾ, ഇതെല്ലാം കെട്ടിയിരിക്കുന്നത് നാഗര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലാണ്. ദ്രാവിഡയും നാഗരയും. ദ്രാവിഡ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ സ്ട്രക്ചർ, നാഗര എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയുടെ സ്ട്രക്ചർ. ഇനി ഇതിന് രണ്ടിൻ്റെയും ഒരു മിക്സഡ് വെർഷൻ ഉണ്ട്. ഇത് രണ്ടും ചേരുന്ന ഒരു മിക്സഡ് വെർഷനാണ് വെസര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് കേട്ടോ. ദ്രാവിഡയും നാഗരയും ചേർന്നുള്ള ഒരു സ്റ്റൈലാണ് വെസര സ്റ്റൈൽ ഓഫ് ടെമ്പിൾസ് എന്ന് പറയുന്നത്. അതിലൊരു ഉദാഹരണം നമ്മുടെ ഈ അജന്ത എല്ലോറയിലെ കൈലാസ ക്ഷേത്രം അല്ലെ. എല്ലോറയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെമ്പിളാണ് അവിടുത്തെ കൈലാസ ക്ഷേത്രം. ആ കൈലാസ ക്ഷേത്രം ഒരു വെസര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലാണ് അത് കെട്ടിയിട്ടുള്ളത്. നമുക്കറിയാം അജന്ത എല്ലോറ എന്ന് പറയുന്ന റോക്കട്ട് ടെമ്പിൾസ് ആണ്, റോക്കട്ട് ആർക്കിടെക്ചറിന് ഉദാഹരണമാണെങ്കിലും അവിടുത്തെ കൈലാസ ക്ഷേത്രം ഒരു വെസര സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൽ കിട്ടിയിട്ടുള്ള ഒരു ടെമ്പിളാണ്. ഏത്? വെസര കേട്ടോ. വെസര എന്ന് പറഞ്ഞാൽ ദ്രാവിഡ പ്ലസ് നാഗരയാണ്. നമുക്ക് കൂടെ ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ ഫിഗറിൽ തന്നെ നമ്മുടെ നാഗര സ്റ്റൈല്, ദ്രാവിഡ സ്റ്റൈല്, വെസര സ്റ്റൈൽ മൂന്നും കൊടുത്തിട്ടുണ്ട്. സോ ഇതിപ്പോൾ നമുക്ക് ഈ ഫിഗർ കാണാൻ പറയും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം, മധുര മീനാക്ഷി ക്ഷേത്രമൊക്കെ ഈ കാണുന്ന ടൈപ്പിലുള്ള വിമാനങ്ങളാണ് അല്ലേ. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാം ഈ ടൈപ്പിലെ ക്ഷേത്രങ്ങളാണ് നമുക്ക് കൊണാർക്കിലും നമ്മുടെ ഖജുറാഹോ ക്ഷേത്രം അല്ലേ, അതൊക്കെ ഈ ഒരു ടൈപ്പിലാണ്. സോ അത് നാഗര സ്റ്റൈൽ. ഇനി ഇവിടെ നമുക്ക് കുറേ വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ടെമ്പിൾസിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പദങ്ങളാണ്. ഒന്ന് നമ്മുടെ ഗോപുരം എന്ന് പറയുന്നത്. എന്താണ് ഗോപുരം? എപ്പോഴും ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെ എൻട്രൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗോപുരങ്ങൾ എന്ന് പറയുന്നത്. നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് കയറി പോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ആർച്ച് കാണും, ഒരു എൻട്രൻസ് കാണും, അതാണ് എന്ത്, ഗോപുരം. ദെൻ ആ ഗോപുരം കയറി നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോൾ അതിന് ഫ്രണ്ടിൽ മണ്ഡപം എന്നൊരു റീജിയൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, കണ്ട ക്ഷേത്രം ഇതാണ് നമ്മുടെ ടെമ്പിൾ ഇതെങ്കിലും ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു ഭാഗം ഇതാണ് മണ്ഡപം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് മണ്ഡപം. ഇവിടെ നമ്മൾ നടന്ന് എങ്ങോട്ടേക്ക് പോകുന്നത്, നമ്മുടെ ഈ പ്രധാന വിഗ്രഹം ഇരിക്കുന്ന അവിടേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നത്. സോ ആ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് മണ്ഡപം. അപ്പോൾ 2 സ്റ്റൈലിലും മണ്ഡപമുണ്ട്. ഇവിടെയും മണ്ഡപമുണ്ട്. സോ രണ്ടിടത്തും മണ്ഡപമുണ്ട്. ദെൻ നമ്മൾ നേരെ ചെല്ലുന്നു നമ്മുടെ പ്രധാന വിഗ്രഹം ഇരിക്കുന്ന ആ ഒരു മുറി, നമ്മൾ ശ്രീകോവിൽ എന്ന് പറയുന്ന മുറി. ആ മുറിയെ വിളിക്കുന്ന പേരാണ് വിളിക്കുന്ന പേരാണ് ഗർഭഗൃഹ എന്ന് പറയും. എന്താണ് ഗർഭഗൃഹ? ഈ 2 സ്റ്റൈലിലും ഇത് കോമൺ ആണ്. ഗോപുരമുണ്ട്, മണ്ഡപങ്ങളുണ്ട്, ഗർഭഗൃഹ ഉണ്ട്. ഗർഭഗൃഹ എന്ന് പറഞ്ഞാൽ ആ ഒരു ശ്രീകോവിലാണെന്ത് ഗർഭഗൃഹ എന്ന് പറയും, നമ്മുടെ പ്രധാന വിഗ്രഹം ഇരിക്കുന്ന മുറി. ഇനി ഇതിൽ നമ്മുടെ സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ ഇപ്പം നമ്മൾ ഈ കാണും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കഥ ഈ ഒരു ടോപ്പ് കണ്ടിട്ടില്ലേ, ഇത് നമ്മൾ ഈ ഒരു സ്ലോപ്പിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. നമ്മൾ സാധാരണ എല്ലാവരും ഗോപുരം എന്ന് പറയും, അത് തെറ്റാണ്. ഇത് ഗോപുരം എന്നല്ല ഇതിനെ വിളിക്കേണ്ടത്. ഈ ഒരു സ്ലോപ്പിനെ വിളിക്കുന്ന പേരാണ് വിമാന എന്ന് പറയും. എന്താണ്? വിമാനങ്ങൾ എന്ന് പറയും കേട്ടോ. ഈ ഒരു സ്ലോപ്പിനെ വിളിക്കുന്ന പേരാണ് വിമാനം. ഇതുപോലെ നമ്മൾ നാഗരയിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ലോപ്പാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇതിനെ വിളിക്കുന്ന പേരാണ് ശിഖാര എന്ന് പറയും. എന്താണ്? ശിഖാരങ്ങൾ കേട്ടോ. ദ്രാവിഡ സ്റ്റൈലിൽ നോക്കുമ്പോൾ
ഈ ഒരു സ്ലോപ്പിനെ വിളിക്കുന്ന പേര് എന്താണ്? വിമാനങ്ങളും. എന്നാൽ നോർത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ടെമ്പിൾസിന്റെ ഈ ഒരു സ്ലോപ്പിനെ വിളിക്കുന്ന പേര് എന്താണ്? ശിഖാരകൾ എന്ന് പറയും. എന്താണ്? ശിഖാരങ്ങൾ. എന്താണ്? ശിഖാരങ്ങൾ. ഇനി നമ്മൾ ദ്രാവിഡ സ്റ്റൈലിൽ പോകുമ്പോൾ ദ്രാവിഡ സ്റ്റൈലിന്റെ ക്ഷേത്രത്തിന്റെ ഏറ്റവും ടോപ്പിലായി നമുക്കൊരു ഇങ്ങനെ ഒരു കല്ല് കാണാൻ പറ്റും. ഇപ്പം എക്സാമ്പിൾ ബൃഹദേശ്വര ടെമ്പിൾ നമുക്ക് എടുത്താൽ ബൃഹദേശ്വര ക്ഷേത്രത്തിന്റെ ഏറ്റവും ടോപ്പിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് നമ്മൾ പറയും ക്യാപ് സ്റ്റോൺ എന്ന് പറയും. എന്താണ്? ക്യാപ് സ്റ്റോണുകൾ. എന്താണ്? ക്യാപ് സ്റ്റോണുകൾ കേട്ടോ. ദ്രാവിഡ സ്റ്റൈലിന്റെ ഏറ്റവും ടോപ്പിൽ എന്ത് കാണും? ഒരു ക്യാപ് സ്റ്റോൺ കാണും. അതുപോലെ നമ്മൾ നാഗരയിൽ പോയാൽ നാഗരയുടെ ഏറ്റവും ടോപ്പിൽ ഇതാ നോക്കിയാണ് ഈ ക്ഷേത്രം കണ്ട, ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും ടോപ്പിൽ കണ്ട ഇങ്ങനത്തെ ഒരു ഭാഗം കണ്ട. സോ അതിനെ വിളിക്കുന്ന പേരാണ് അമലക. എന്താണ്? അമലക എന്ന് പറയും കേട്ടാ. നമ്മുടെ ദ്രാവിഡയുടെ ഏറ്റവും ടോപ്പിൽ ക്യാപ് സ്റ്റോണും നാഗരയുടെ ഏറ്റവും ടോപ്പിൽ കാണുന്നത് ഈ ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അമലക എന്ന് പറയും. എന്താണ്? അമലക. സോ ഈ വാക്കുകളൊക്കെ നോക്കി വെച്ചേക്കുക. ടെമ്പിൾ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട എന്താണ് വേർഡ്സുകളാണ് കേട്ടോ. ഗോപുരം, മണ്ഡപം, ഗർഭഗൃഹ കേട്ടോ. അതുപോലെ തന്നെ വിമാന, അതുപോലെ തന്നെ എന്താണ്? ശിഖാരകൾ. എന്താണ്? ശിഖാരകൾ. ഇതിന് ഏറ്റവും ടോപ്പിൽ എന്താണ്? ക്യാപ് സ്റ്റോൺ. ഇപ്പുറത്ത് എന്താണ്? നാഗരയിൽ വരുമ്പോൾ എന്താണ്? അമലക. ഇതാണ് ടെമ്പിൾ ആർക്കിടെക്ചറുമായി നമുക്ക് ചോദിക്കുന്ന വാക്കുകൾ. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോവാം. ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട ടെമ്പിൾസ് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ. സോ നമ്മൾ നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ചോള സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൽ കെട്ടിയ ടെമ്പിൾസുകൾ. അതായത് ചോളന്മാർ കെട്ടിയ 3 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 3ഉം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ്. ഈ 3 ക്ഷേത്രവും എന്താണ്? യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ്. ഈ 3 ടെമ്പിൾസും ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നമ്മുടെ തഞ്ചാവൂരിലിരിക്കുന്ന ബൃഹദേശ്വര ക്ഷേത്രം. നമ്മുടെ തഞ്ചാവൂരിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ബൃഹദേശ്വര ക്ഷേത്രം എവിടെ, ഏത് സിറ്റിയിലാണ് ഇരിക്കുന്നത്? തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് ബൃഹദേശ്വര ക്ഷേത്രം ഇരിക്കുന്നത്. അത് എ ഡി 1010 ചോള രാജാവായ രാജരാജ ചോളൻ അല്ലെങ്കിൽ രാജരാജ 1-മനാണ് ക്ഷേത്രം കെട്ടിയത്? തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചത്. അപ്പൊ ഹൂ ബിൽഡ് ബൃഹദേശ്വര ടെമ്പിൾ അറ്റ് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം കെട്ടിയത് ആരെന്ന് ചോദിച്ചാൽ ആരാടാ? രാജരാജ ചോളൻ. ഏത് വർഷം? അത് വർഷം ഒരിക്കൽ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. AD 1010 രാജരാജ ചോളൻ ക്ഷേത്രം കെട്ടുന്നത്? തഞ്ചൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരുന്നതാണ് ഈ ഒരു ടെമ്പിൾ. ഇനി ഈ ടെമ്പിളിന്റെ അതേ മോഡലിൽ നമ്മൾ ഈ തഞ്ചാവൂർ കാണുന്ന ഈ ക്ഷേത്രത്തിന്റെ അതേ മോഡലിൽ കെട്ടിയിട്ടുള്ള മറ്റൊരു ക്ഷേത്രമാണ് നമ്മുടെ രണ്ടാമത്തെ ക്ഷേത്രം, ഗംഗൈക്കൊണ്ട ചോളപുരം എന്ന് പറയുന്ന ക്ഷേത്രം. നമ്മുടെ ഈ ഫിഗറിൽ കാണുന്ന ഈ ക്ഷേത്രമാണ് ഗംഗൈക്കൊണ്ട ചോളപുരം. ഇത് നമ്മുടെ തഞ്ചാവൂരിലേക്ക് അടുത്ത്, തഞ്ചാവൂരിൽ നിന്ന് ഒരു 80 കിലോമീറ്റർ മാറി ഒരു ഗ്രാമമുണ്ട്. ആ വില്ലേജിന്റെ പേരാണ് ഗംഗൈക്കൊണ്ട ചോളപുരം. സ്ഥലത്തിന്റെ പേരും അതാ, ഗംഗൈക്കൊണ്ട ചോളപുരം. അവിടെയാണ് നമുക്ക് ഇത്രയും മനോഹരമായ ഈ ഗംഗൈക്കൊണ്ട ചോളപുരം എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കെട്ടിയതാരെന്നറിയോ? അത് ഗംഗൈക്കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്ന രാജേന്ദ്ര ചോളനാണ് നിർമ്മിച്ചത്. ഈ ക്ഷേത്രം നിർമ്മിച്ചത് ആരാടാ? രാജേന്ദ്ര ചോളന്റെ ഒരു നിക്നെയിമാണ് ഗംഗൈക്കൊണ്ട ചോളൻ, ഗംഗ പിടിച്ചെടുത്ത ചോളൻ കേട്ടാ. ഗംഗ പിടിച്ചെടുത്ത ചോളൻ എന്നറിയപ്പെടുന്ന രാജേന്ദ്ര ചോളന്റെ പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലത്താണ് അദ്ദേഹം കെട്ടിയ ഈ ഒരു ഗംഗൈക്കൊണ്ട ചോള ക്ഷേത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ സാധിക്കുന്നത് കേട്ടോ. രണ്ടും ഏകദേശം ഈ ബൃഹദേശ്വര ടെമ്പിളിന്റെ അതേ ഒരു കോപ്പിയാണ് ഇത് ഗംഗൈക്കൊണ്ട ചോളപുരം. ഒരു ബന്ധം കൂടി ഇവർ രണ്ടുപേരും തമ്മിലുണ്ട്. ഈ രാജരാജ ചോളന്റെ മകൻ കൂടിയാണ് ആര്? രാജേന്ദ്ര ചോളൻ കേട്ടാ. അച്ഛനോടുള്ള ആ ഒരു റെസ്പെക്ട് കാരണമാണ് അദ്ദേഹം ആ ക്ഷേത്രം കെട്ടുകയും. പക്ഷെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗംഗൈക്കൊണ്ട ചോളപുരം ഏത് ക്ഷേത്രത്തെക്കാളും ചെറിയ ക്ഷേത്രമാണ്? തഞ്ചൂരിലെ ബൃഹദേശ്വര ടെമ്പിളിനെക്കാളും ഒരു ചെറിയ ടെമ്പിളാണ് കേട്ടാ. കമ്പാരിറ്റീവ്ലി ബിഗ് ടെമ്പിൾ, പെരിയ കോവിലാണ് ആര്? ബൃഹദേശ്വര ടെമ്പിൾ കേട്ടാ. അദ്ദേഹത്തിന്റെ മകൻ രാജേന്ദ്ര ചോളൻ അതിന്റെ അത്രയും ഹൈറ്റ് കൊടുത്തില്ലെങ്കിലും അതിനേക്കാളും ചെറിയൊരു ഹൈറ്റിലാണ് ഏത് കെട്ടിയിട്ടുള്ളത്? ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. അതെവിടെ ഇരിക്കുന്നത്? തമിഴ്നാട്ടിലാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ഗംഗൈക്കൊണ്ട ചോളപുരം. ഇനി മൂന്നാമത്തെ ക്ഷേത്രം
ചോളന്മാരുടെ പട്ടികയിൽ യുനെസ്കോയുടെ തന്നെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന മൂന്നാമത്തെ ക്ഷേത്രമാണ് നമ്മുടെ തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന് പറഞ്ഞ സ്ഥലം. തഞ്ചാവൂരിൽ നിന്ന് 32 കിലോമീറ്റർ അപ്പുറത്തായി കുംഭകോണം എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഐരാവതേശ്വര ക്ഷേത്രം അഥവാ ധരസുരം ടെമ്പിൾ എന്നും പറയും. ധരസുരം ക്ഷേത്രം കേട്ടോ, അഥവാ ഐരാവതേശ്വര ടെമ്പിൾ അഥവാ ധരസുരം ടെമ്പിൾ എവിടെയായിരിക്കുന്നത്? നമ്മുടെ കുംഭകോണത്ത. തമിഴ്നാട്ടിൽ പോകുമ്പോൾ കുംഭകോണം സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ധരസുരം ടെമ്പിൾ കാണാം. അത് കെട്ടിയത് രാജരാജ രണ്ടാമനാണ് കേട്ടോ. രാജരാജ ഒന്നാമൻ കെട്ടിയത് ബൃഹദേശ്വര ടെമ്പിൾ, രാജരാജ രണ്ടാമൻ കെട്ടിയത് ടെമ്പിൾ ഐരാവതേശ്വര ക്ഷേത്രം. ഐരാവതേശ്വര ക്ഷേത്രം എവിടെയായിരിക്കുന്നത്? തമിഴ്നാട്ടിലെ കുംഭകോണത്തിൽ, അഥവാ ഐരാവതേശ്വരന്റെ മറ്റൊരു പേരാണ് ധരസുരം ടെമ്പിൾ എന്ന് പറയും. ഈ 3 ക്ഷേത്രങ്ങളാണ് ആര് കെട്ടിയത്? ചോളന്മാരുടെ പട്ടികയിൽ വരുന്ന 3 ടെമ്പിൾ. ഇത് 3ഉം ചോള സ്റ്റൈൽ ഓഫ് ടെമ്പിൾസിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരുന്നുണ്ട്. അത് നോട്ട് ചെയ്യണം കേട്ടോ. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന ചോളന്മാർ കെട്ടിയ 3 ടെമ്പിൾസ് ആണ് ബൃഹദേശ്വര ടെമ്പിൾ, ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം, അതുപോലെ ഐരാവതേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ചോളന്മാർ കെട്ടിയത്. നമ്മൾ നേരെ പോകുന്നു അടുത്ത ഒരു പ്രധാന കോംപ്ലക്സിലേക്ക്. ഓക്കെ, അടുത്ത നോക്കണം പല്ലവ. നമ്മുടെ തമിഴ്നാട്ടിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഡൈനാസ്റ്റിയായ പല്ലവാസ് കെട്ടിയ ക്ഷേത്രങ്ങളിലേക്കാണ് പോണത്. സോ പല്ലവാസ് കെട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ടെമ്പിളാണ് ഒന്ന് മഹാബലിപുരം അഥവാ മാമല്ലപുരം എന്ന് പറയും. നമ്മുടെ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് മാമല്ലപുരം അഥവാ മഹാബലിപുരം എന്ന് പറയും. നമുക്കറിയാം മാമല്ലപുരം, മഹാബലിപുരം പല്ലവാസിന്റെ ഒരു ക്യാപിറ്റൽ കൂടിയാണ് അല്ലെ. പല്ലവാസിന്റെ ഒരു ക്യാപിറ്റൽ കൂടിയാണ് ഇത് മാമല്ലപുരം അഥവാ മഹാബലിപുരം എന്ന് പറയുന്ന. അവിടുത്തെ 2 ടെമ്പിൾസ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരുന്നുണ്ട്. ഏതൊക്കെ ടെമ്പിൾ എന്നറിയൂ? ഫസ്റ്റ് വൺ മഹാബലിപുരത്തെ പഞ്ചരഥാസ് ടെമ്പിൾ. ഏതാണ്? പഞ്ചരഥ ക്ഷേത്രം കേട്ടോ. മഹാബലിപുരം കേട്ടോ, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പഞ്ചരഥ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാ? മഹാബലിപുരം, മാമല്ലപുരം. മാമല്ലപുരത്താണ് പഞ്ചരഥ ക്ഷേത്രം ഇരിക്കുന്നത്. അത് കെട്ടിയതാരം ചോദിച്ചാൽ പല്ല വംശത്തിലെ ഏറ്റവും ശക്തനായ രാജാവ് മാമല്ലൻ അഥവാ നരസിംഹവർമ്മ ഒന്നാമൻ എന്ന് പറയുന്ന രാജാവാണ് കേട്ടോ. പല്ലവേല് ഈ ഡൈനാസ്റ്റിയിലെ ഏറ്റവും ശക്തനായ റൂളറായിരുന്ന ആര്? നരസിംഹവർമ്മ ഒന്നാമൻ അഥവാ മാമല്ലൻ എന്ന് പറയും. മാമല്ലൻ എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റ് റസ്ലർ കേട്ടോ. പല്ലവ ഡൈനാസ്റ്റി ഭരിച്ച ഒരു ശക്തനായ ഒരു ഗുസ്തിക്കാരനും കൂടിയായിരുന്നു ആര്? നരസിംഹവർമ്മ ഒന്നാമൻ. അദ്ദേഹത്തിന്റെ പേര് കൂടിയാണ് ഈ സ്ഥലം മാമല്ലപുരം. മാമല്ലന്റെ സ്ഥലം മാമല്ലൻ. ആരാ മാമല്ലൻ? നരസിംഹവർമ്മ ഒന്നാമൻ. ആ മാമല്ലന്റെ പേരിൽ അറിയപ്പെടുന്ന മാമല്ലപുരം അഥവാ ഇന്നത്തെ മഹാബലിപുരം. അവിടെ പോയാൽ നമുക്ക് ഈ ഒരു പഞ്ചരഥ ക്ഷേത്രം കാണാം. പഞ്ചരഥം ഭയങ്കര ഫേമസ് ആണ്. കാരണം ഇവിടുത്തെ ഐഡൽ, ഈ ഒരു ക്ഷേത്രത്തിലെ നേരത്തെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചപാണ്ഡവാസാണ്. നമ്മുടെ പഞ്ചപാണ്ഡവരില്ലേ? അതൊക്കെയാ യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. ഈ 5 പേരുടെ ഐഡൽ വരുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് പഞ്ചരഥാസ് ടെമ്പിൾ. പഞ്ചപാണ്ഡവരുടെ ഐഡൽ വരുന്ന ക്ഷേത്രം ഇവിടുത്തെ മഹാബലിപുരത്തെ പഞ്ചരഥ ക്ഷേത്രം. ബിൽഡ് ബൈ ഹു? ആരാ? നരസിംഹവർമ്മ ഒന്നാമൻ. നരസിംഹവർമ്മ ഒന്നാമനാണ് ഈ ഒരു ടെമ്പിള് നിർമ്മിച്ചത്. ഓക്കെ, ദെൻ അവിടുത്തെ രണ്ടാമത്തെ ക്ഷേത്രം, നമുക്ക് മഹാബലിപുരത്ത് പോകുമ്പോൾ രണ്ടാമതൊരു ക്ഷേത്രം കാണാം. കടലിന്റെ കരയിൽ വളരെ മനോഹരമായ ഒരു ക്ഷേത്രം, ദാ ഈ കാണുന്ന സീ ഷോർ ടെമ്പിൾ കേട്ടോ. അത് കണ്ട എന്ത് മനോഹരമായ ഒരു ടെമ്പിളാ അല്ലെ. പല്ലവാസ് കെട്ടിയ ഏറ്റവും മനോഹരമായ ഒരു ക്ഷേത്രമാണ്. നമുക്ക് ഇതിന്റെ അപ്പുറത്ത്, ദാ ഈ കാണുന്നതിന്റെ അപ്പുറത്ത് കടലാണ്. ആ കടലിന്റെ കരയിൽ ഇരിക്കുന്ന സീ ഷോർ ടെമ്പിൾ ബിൽഡ് ബൈ നരസിംഹവർമ്മ രണ്ടാമൻ. നരസിംഹവർമ്മ രണ്ടാമനാണ് ഈ ക്ഷേത്രം കെട്ടിയത്, സീഷോർ കെട്ടിയത് കേട്ടോ. സീഷോർ കെട്ടിയത് ആരാണ്? നരസിംഹവർമ്മ രണ്ടാമൻ. ഈ ക്ഷേത്രവും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്നു. സീഷോർ ഇരിക്കുന്ന സ്ഥലം ഏതാ? മാമല്ലപുരം അഥവാ മഹാബലിപുരം. മഹാബലിപുരത്താണ് സീഷോർ ടെമ്പിളും എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ 2 ക്ഷേത്രം കണ്ടു അല്ലേ. ഇനി മൂന്നാമത്തെ ക്ഷേത്രം, ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്നില്ല, പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ മനോഹരമായ ഒരു ടെമ്പിളാണ്. നമുക്ക് കാഞ്ചീപുരം, നമ്മുടെ പല്ലവാസിന്റെ മറ്റൊരു ക്യാപിറ്റലാണ് കാഞ്ചീപുരം. 2 ക്യാപിറ്റലാണ് ഉള്ളത്. ഫസ്റ്റ് ക്യാപിറ്റൽ കാഞ്ചീപുരം, രണ്ടാമത്തെ ക്യാപിറ്റലാണ് ഈ സ്ഥലം ഈ മാമല്ലപുരം അഥവാ മഹാബലിപുരം. ആ കാഞ്ചീപുരത്ത് പോയാൽ നമുക്കൊരു ക്ഷേത്രം കാണാം. ഏതാണ്? കൈലാസനാഥർ ടെമ്പിൾ.
കാഞ്ചീപുരത്ത് പോയാൽ അതിമനോഹരമായ ഒരു ക്ഷേത്രം നമുക്ക് കാണാം. ഏതാണ്? കൈലാസനാഥർ ടെമ്പിൾ. അത് കെട്ടിയത് നമ്മുടെ നരസിംഹവർമ്മ രണ്ടാമനാണ് കേട്ടോ. ഈ നരസിംഹ രണ്ടാമന് വേറൊരു പേരുമുണ്ട്, രാജസിംഹൻ എന്നും പറയും. ചിലപ്പോൾ ഓപ്ഷനിൽ രാജസിംഹനായിരിക്കും തരുന്നത് കേട്ടോ. നരസിംഹവർമ്മ രണ്ടാമൻ അഥവാ രാജസിംഹനാണ് കൈലാസനാഥർ ടെമ്പിളും അതുപോലെ മഹാബലിപുരത്തെ ഏതാണ് സീഷോർ ടെമ്പിളും കെട്ടിയത് കേട്ടോ. ഇതിൽ ഈ രണ്ട് ക്ഷേത്രവും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന രണ്ട് ടെമ്പിൾസ് ആണ്. ഏത്? പഞ്ചരദാസ് ടെമ്പിളും സീഷോർ ടെമ്പിളും. നമ്മൾ യുനെസ്കോ എടുത്തു പറയാൻ കാരണം നമുക്ക് സ്ട്രാറ്റജിക്കയിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഏത്? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ എന്ന് പറയും. ഞാൻ വേറൊരു വീഡിയോയിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജിനെ പറ്റി ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ക്ഷേത്രങ്ങൾ വരുന്നതാണ്. ഈ ക്ഷേത്രം പഞ്ചരദാസ് ടെമ്പിളും സീഷോർ ടെമ്പിളും അറ്റ് എവിടെ? മാമല്ലപുരം അഥവാ മഹാബലിപുരത്താണ് ഈ ക്ഷേത്രങ്ങൾ വരുന്നത്. ഇത് പല്ലവ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൽ നിന്നും എടുത്തിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. നമുക്കറിയാം ഇതൊക്കെ ഏത് സ്ഥലമാണ്? തമിഴ്നാടാണ് അല്ലേ. ഇതൊക്കെ എവിടെയാണ്? നമുക്ക് തമിഴ്നാട്ടിൽ പോയാൽ കാണാൻ പറ്റുന്ന രണ്ട് ക്ഷേത്രങ്ങൾ, രണ്ട് ഡൈനാസ്റ്റി കെട്ടിയ ക്ഷേത്രങ്ങളാണ്. കുറച്ച് മുമ്പ് നമ്മൾ കണ്ട ചോളന്മാർ കെട്ടിയ ക്ഷേത്രവും ഇപ്പം നമ്മൾ കണ്ട പല്ലവാസ് കെട്ടിയ ക്ഷേത്രങ്ങൾ. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു സെറ്റിലോട്ട് പോയാലോ? അടുത്ത സെറ്റ് ഓഫ് ക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ മൂന്നാമത്തെ സെറ്റ് നമുക്ക് അത് നോക്കാം. യെസ്, നമ്മുടെ തേർഡ് സെറ്റ് ബഡാമി ടെമ്പിൾസ് ഓഫ് ചാലുക്യാസ് അല്ലേ. നമ്മുടെ ചാലുക്യ രാജാക്കന്മാർ അല്ലേ. അപ്പൊ നമ്മൾ നേരെ എങ്ങോട്ടാ പോണേ? ഇനി കർണാടകയാ. കാരണം ബഡാമി എവിടെയാ? ബഡാമി ഇരിക്കുന്നത് കർണാടകയിലാണ് അല്ലേ. നമ്മുടെ കർണാടകയിലാണ് എന്തിരിക്കുന്നത്? ബഡാമി എന്ന സ്ഥലം ഇരിക്കുന്നത്. സോ നമ്മൾ നേരെ പോകുന്നത് കർണാടകയിലേക്കാണ്. കർണാടകയിലെ ബഡാമി എന്ന് പറഞ്ഞാൽ ആരുടെ ക്യാപിറ്റലാ? ചാലുക്യാസിന്റെ ക്യാപിറ്റൽ ആണ് അല്ലേ. ചാലുക്യന്മാരുടെ ക്യാപിറ്റലാണ് ഏത്? ഈ ബഡാമി എന്ന സ്ഥലം. ബഡാമിക്ക് പഴയൊരു പേരുണ്ടല്ലേ, ബഡാമി അഥവാ വദാബി. അതിന്റെ പഴയ പേരാ, ഇന്നത്തെ പേരാണ് ബഡാമി. ബഡാമിയുടെ പഴയ പേരാണ് എന്ത്? വദാബി എന്ന് പറയും. വദാബിയിലെ ചാലുക്യന്മാരുടെ ക്യാപിറ്റലാണ് വദാബി. ഇന്നത്തെ പേര് ബഡാമി. എവിടെ ഇരിക്കുന്നത്? കർണാടകയിലാണ്. അപ്പം ഈ രാജാക്കന്മാർ കെട്ടിയ ക്ഷേത്രങ്ങൾ നമുക്ക് ഇവിടെ പോയാൽ കാണാൻ പറ്റും, ബഡാമിയിൽ പോയാൽ കാണാൻ പറ്റും. ബഡാമിയിൽ ഏറ്റവും പ്രധാനമായി ഉള്ളതാണ് ബഡാമിയിലെ ഗുഹാക്ഷേത്രങ്ങൾ. അതിമനോഹരമായ ക്ഷേത്രങ്ങളാണ്. ഇന്ത്യയിലെ അജന്ത എല്ലോറ ക്ഷേത്രങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഗുഹാക്ഷേത്രങ്ങൾ, കേവ് ടെമ്പിൾസ് ഉള്ള ഒരു സ്ഥലമാണ് ഏത്? ഈ ബഡാമി. ഈ കാണുന്ന ഇത് നമുക്ക് ബഡാമിയിലെ കേവ് ടെമ്പിൾസിന്റെ ഭാഗമാണ്. ബഡാമിയിലെ ഗുഹാക്ഷേത്രങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിന്റെ ഭാഗമായുള്ള ടെമ്പിളാണ് ഈ ഫിഗറിൽ നമ്മൾ കാണുന്നത്. സോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലക്സ് ഉണ്ട്. ബഡാമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെമ്പിൾ കോംപ്ലക്സ് ആണ് പട്ടടക്കൽ ടെമ്പിൾ കോംപ്ലക്സ് എന്ന് പറയുന്ന. പട്ടടക്കൽ നമുക്ക് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന ഒരു ക്ഷേത്രമാണ്. അടുത്ത നെക്സ്റ്റ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ക്ഷേത്രം പട്ടടക്കൽ ടെമ്പിൾസ്. ബഡാമിയിലെ പട്ടടക്കൽ ക്ഷേത്രം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരുന്ന ക്ഷേത്രങ്ങളാണ്. ഇവിടെ നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതിരിക്കുന്ന സ്ഥലം നമുക്കറിയാം എവിടെയാണ്? ബഡാമിയിൽ, കർണാടകയിലെ ബഡാമിയിലാണ് പട്ടടക്കൽ ഇരിക്കുന്നത്. പട്ടടക്കലിൽ 10 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. എത്ര ക്ഷേത്രമുണ്ട്? പട്ടട 10 എന്ന് ഓർത്ത് വെച്ചു. പട്ടടക്കലില് പട്ടട 10 ക്ഷേത്രം. അതിൽ 9 ഹിന്ദു ക്ഷേത്രവും 1 ജൈൻ ടെമ്പിളും. 9 ഹിന്ദു ക്ഷേത്രവും 1 ജൈൻ ടെമ്പിളുമാണ് വരുന്നത്. 9 ഹിന്ദുവും 1 ജൈനും. അവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 9 ഹിന്ദു ക്ഷേത്രം, നമ്മൾ ഈ കാണുന്ന 9 ഹിന്ദു ക്ഷേത്രം കെട്ടിയത് ഇവരാ. ആര്? ചാലുക്യാസ. ആ 9 ഹിന്ദു ക്ഷേത്രം കെട്ടിയത് ആരാണ്? ചാലുക്യയാണ്. പക്ഷേ പട്ടടക്കലിലെ ആ ഒരു ജൈൻ ടെമ്പിൾ കെട്ടിയ ഡൈനാസ്റ്റി വേറൊരു ഡൈനാസ്റ്റിയാണ്. രാഷ്ട്രകൂടാസ് എന്ന് പറയുന്ന ഡൈനാസ്റ്റി ആരാണ് എന്ത് കെട്ടിയത്? ഈ പട്ടടക്കലിലെ ആ ഒരു ജൈന ക്ഷേത്രം കെട്ടിയത്. ഒരു PVK ഒരു MDSൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം 10 ക്ഷേത്രം, 9 ഹിന്ദു ക്ഷേത്രവും 1 ജൈന ക്ഷേത്രവും. 9 ഹിന്ദു ക്ഷേത്രം കെട്ടിയത് ആരാണ്? ചാലുക്യാസ്. ആ ഒരു ജൈൻ ടെമ്പിൾ കെട്ടിയത് ആരാണ്? രാഷ്ട്രകൂടാസ് ആണ് ആ ഒരു ജൈന ക്ഷേത്രം എന്ത് ചെയ്തിട്ടുള്ളത്? നിർമ്മിച്ചിട്ടുള്ളത്. എവിടെയായിരിക്കുന്നത്? ബഡാമിയിലാണ്. കർണാടകയിലെ ബഡാമിയിലാണ്. അതും ഏത് റിവറിന്റെ കരയിലെന്നറിയോ? മാലപ്രഭ എന്ന് പറയുന്ന കൃഷ്ണയുടെ ട്രിബ്യൂട്ടറിയുടെ കരയിലാണ്. നമ്മുടെ കൃഷ്ണയുടെ ഒരു ട്രിബ്യൂട്ടറി, കൃഷ്ണ നദിയുടെ ഒരു പോഷക നദിയാണ് ആര്? മാലപ്രഭ. ആ മാലപ്രഭയുടെ കരയിലാണ് ഈ പട്ടടക്കൽ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. എവിടെയാ? കർണാടക. ഏത് സ്റ്റേറ്റിലാണ്?
കർണാടകയിലാണ് ഇത് വരുന്നത്. എടാ ഏത് റിവറാടാ? ബഡാമിയിലെ റിവർ മറക്കല്ലേ, ഏതാണ്? മാലപ്രഭ. മാലപ്രഭ അതിന്റെ കരയിലാണ് പട്ടടക്കൽ ടെമ്പിൾസ്. എവിടാ സ്ഥലം? ബഡാമി. എത്ര ക്ഷേത്രം? പട്ടട 10 ക്ഷേത്രം, 9 ഹിന്ദു 1 ജൈൻ. 9 ഹിന്ദു ടെമ്പിൾ കെട്ടിയത് ചാലുക്യ. ആ ഒരു ജൈൻ ടെമ്പിൾ കെട്ടിയത് ആരാടാ? രാഷ്ട്രകൂടകളാണ് അത് കെട്ടിയത്. ഓക്കെ, ഇനി ഇതേ കർണാടകയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഹൊയ്സലാശ്വര ക്ഷേത്രങ്ങൾ. ഹൊയ്സല ടെമ്പിൾസ് ഉണ്ടല്ലേ, ഹൊയ്സല ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാർ കെട്ടിയ. ഇതും നമ്മുടെ കർണാടകയിൽ നിന്ന് എന്ത് പട്ടികയിലുള്ളതാ? യുനെസ്കോയുടെ മറ്റൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ് അല്ലേ, ഹൊയ്സല ടെമ്പിൾസ് എന്ന് പറയും അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹൊയ്സലേശ്വര ക്ഷേത്രങ്ങൾ. നമ്മുടെ കർണാടകയിലെ ഹലബിഡു എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഹൊയ്സലേശ്വര ക്ഷേത്രങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അതുപോലെ തന്നെയാണ് ബേലൂരിലെ ചെന്നകേശവ ടെമ്പിളും നമ്മുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ പറഞ്ഞതാണ്. ഈ രണ്ട് ക്ഷേത്രവും കെട്ടിയത് ഹൊയ്സല രാജാവായ വിഷ്ണുവർദ്ധനാണ് കേട്ടോ. നമ്മുടെ യുനെസ്കോയിൽ തന്നെയുള്ള മറ്റൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കർണാടകയിലെ ഹൊയ്സല ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. അതിൽ 2 ടെമ്പിൾസാണ് പറഞ്ഞത്. ഒന്ന് ഹലബഡുവിലെ ഹൊയ്സലേശ്വര ടെമ്പിളും 2 ബേലൂരിലെ ചെന്നകേശവ ടെമ്പിളും. ഈ 2 ക്ഷേത്രവും കെട്ടിയത് ഹൊയ്സല രാജാവായ വിഷ്ണുവർദ്ധൻ കെട്ടിയ 2 ക്ഷേത്രം. ഒന്ന് ഹൊയ്സലേശ്വര ക്ഷേത്രവും മറ്റൊന്ന് ചെന്നകേശവ ടെമ്പിളും. രണ്ടും കർണാടകയിൽ 2 സ്ഥലങ്ങളിലാണ് ഈ 2 ടെമ്പിളും സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ കെട്ടിയത് ഒരു രാജാവാണ്. ആര്? ഹൊയ്സല രാജാവായ വിഷ്ണുവർദ്ധൻ. അതും എന്ത് പട്ടികയിലുണ്ട്? യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ്. അപ്പൊ കർണാടകയിൽ 2 എണ്ണമായി. കർണാടകയിൽ 1 യുനെസ്കോയിൽ ഏത് വരുന്നു? പട്ടടക്കൽ ക്ഷേത്രങ്ങളും. 2 ഏതാണ്? ഹൊയ്സല ടെമ്പിൾസും 2 എണ്ണം. ഇനി കർണാടകയിൽ 3ാമതൊരു ക്ഷേത്രം കൂടി യുനെസ്കോയുടെ ഭാഗമായി വരുന്നുണ്ട്. എന്നറിയോ? അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. 3ാമത്തെ കോംപ്ലക്സ് അതെവിടെയെന്നറിയോ? നമുക്ക് നോക്കാം. അതാണ് ഹംപി. എവിടത്തെ ക്ഷേത്രങ്ങൾ? ഹംപി നമുക്കറിയാം കർണാടകയിലാണ്. ഈ ബഡാമിയിൽ നിന്നും ഒരു 100 കിലോമീറ്റർ അപ്പുറം പോയാൽ കിടക്കുന്ന സ്ഥലമാണ് വിജയനഗരത്തിന്റെ ക്യാപിറ്റൽ അല്ലെ. ഹംപി ആരുടെ ക്യാപിറ്റലാണ്? ദ ക്യാപിറ്റൽ ഓഫ് വിജയനഗര ഡൈനാസ്റ്റി. വിജയനഗരത്തിന്റെ തലസ്ഥാനമായ ഹംപി അല്ലെ. ഹംപിയിലൊരു 3 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഇരിക്കുന്നുണ്ട്. ഹംപിയും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ്. കർണാടകയിൽ നിന്ന് വരുന്ന 3ാമത്തെ ടെമ്പിൾ കോംപ്ലക്സ് ആണ് ഇതിൽ വരുന്ന യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ്. ഏതൊക്കെയാണ് ഹംപിയിലെ ക്ഷേത്രങ്ങൾ? നോക്ക്, ഹംപിയിലെ ക്ഷേത്രങ്ങളാണ്. ഫസ്റ്റ് വൺ ഏതാണ്? വിരൂപാക്ഷ ടെമ്പിൾ. ഏതാണ്? വിരൂപാക്ഷ ക്ഷേത്രങ്ങൾ. നമ്മുടെ ഈ ഇടയ്ക്ക് ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചു, വിരൂപാക്ഷ ഏത് ദൈവത്തിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്, ഏത് ഗോഡിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് വിരൂപാക്ഷ ടെമ്പിൾസ്? വേറെ ആരുമാണ്? നമ്മുടെ ലോർഡ് ശിവ, നമ്മുടെ ലോർഡ് ശിവയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഏത്? വിരൂപാക്ഷ ടെമ്പിൾ എന്ന് പറയുന്നത്. ഹംപിയിലാണ് വിരൂപാക്ഷ. ഒരു വിരൂപാക്ഷ കൂടിയുണ്ട് കേട്ടോ കർണാടകയിൽ. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പട്ടടക്കലുണ്ടല്ലോ, പട്ടടക്കലിലും ഒരു ടെമ്പിളിന്റെ പേര് വിരൂപാക്ഷയാണ്. 2 കർണാടകയിൽ വിരൂപാക്ഷ ഉള്ളത്. ഒന്ന് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പട്ടടക്കലിലെ 10 ക്ഷേത്രങ്ങളില്ലേ, അതിൽ ഒരു ടെമ്പിളിന്റെ പേര് വിരൂപാക്ഷയാണ്. അതുപോലെ ഹംപിയിലാണ് ഏറ്റവും വലിയ വിരൂപാക്ഷ ക്ഷേത്രം ഇരിക്കുന്നത്. ദെൻ 2ാമത്തെ ടെമ്പിൾ ആണ് വിട്ടലസ്വാമി ടെമ്പിൾ. വളരെ മനോഹരമായ ക്ഷേത്രം. നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റുന്നത് വിട്ടലസ്വാമി ടെമ്പിൾ ആണ്. വളരെ മനോഹരമായ ഹംപിയിലെ വിട്ടലസ്വാമി ടെമ്പിൾ. ചോദിക്കും കേട്ടോ, വിട്ടലസ്വാമി ടെമ്പിൾ എവിടെ ഇരിക്കുന്നു? ഇവിടെയാണ്, ഹംപിയിലാണ്. ദെൻ 3ാമത്തെ ക്ഷേത്രം ഹസാര രാമസ്വാമി ടെമ്പിൾ. ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങളാണ് വിരൂപാക്ഷ ടെമ്പിൾ, വിട്ടലസ്വാമി ടെമ്പിൾ, ദെൻ തേർഡ് വൺ ഹസാര രാമസ്വാമി ടെമ്പിൾ. എവിടെ ഇരിക്കുന്നു? എവിടെയാടാ? ഹംപിയിലാണ്. ഹംപി ഏത് റിവറിന്റെ കരയിലാണ്? ഇപ്പൊ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളൊക്കെ ഏത് റിവറിന്റെ കരയിലാണ്? ഹംപി സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് തുംഗഭദ്ര. നമ്മുടെ തുംഗഭദ്ര നദി. ഇതും ആരുടെ ട്രിബ്യൂട്ടറിയാ? കൃഷ്ണയുടെ ട്രിബ്യൂട്ടറിയാ. നമ്മൾ നേരത്തെ പഠിച്ച മാലപ്രഭ, തുംഗഭദ്ര, ഇതൊക്കെ ആരുടെ ട്രിബ്യൂട്ടറിയാ? കൃഷ്ണയുടെ ട്രിബ്യൂട്ടറിയാണ്. കൃഷ്ണയുടെ തന്നെ പോഷക നദിയായ തുംഗഭദ്രയുടെ കരയിലാണ് സിറ്റി ഇരിക്കുന്നത്? ഹംപി സിറ്റി. ആ ഹംപിയിലാണ് നമുക്ക് വിരൂപാക്ഷ ക്ഷേത്രവും വിട്ടലസ്വാമി ടെമ്പിളും ഹസാര രാമസ്വാമി ക്ഷേത്രവും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇതും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന പ്രധാനപ്പെട്ട എന്താണ്? ക്ഷേത്രങ്ങളാണ്. ഓക്കെ, അപ്പൊ കർണാടകയിൽ നമ്മൾ കണ്ടു അല്ലെ.
ഇനി നമുക്ക് അടുത്ത് നമ്മൾ ഇനി എവിടെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. അടുത്ത കോംപ്ലക്സ് എവിടെയാണ് നമുക്ക് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് കോംപ്ലക്സ് വരുന്നത് എവിടെയാണ്? യെസ്, ഒഡീഷയിലാണ്. നമ്മൾ നേരെ എവിടെ പോകുന്നത്? ഒഡീഷയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഒഡീഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് പറഞ്ഞ ടെമ്പിൾ ഏതാണ്? കൊണാർക്കിലെ സൺ ടെമ്പിൾ. അടുത്ത യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അല്ലെ, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് വരുന്ന അടുത്തൊരു ടെമ്പിളാണ് ഒഡീഷയിലെ കൊണാർക്കിലെ സൂര്യക്ഷേത്രം, കൊണാർക്കിലെ സൺ ടെമ്പിൾ. ഹു ബിൽഡ് ഇറ്റ്? അത് കെട്ടിയത് ഈസ്റ്റേൺ ഗംഗാ ഡൈനാസ്റ്റിയിലെ നരസിംഹദേവ ഒന്നാമൻ എന്ന് പറയുന്ന രാജാവ്. ശ്രദ്ധിച്ചോ, നമ്മൾ കുറച്ചു മുമ്പ് മഹാബലിപുരത്ത് പല്ലവ രാജാവായി നരസിംഹവർമ്മ ഒന്നാമൻ, അത് വർമ്മ ഇത് ദേവ, രണ്ടുപേരും മാറിപ്പോവല്ലേ കേട്ടാ. അത് പല്ലവ രാജാവ് നരസിംഹവർമ്മ ഒന്നാമൻ, നമ്മുടെ ഗുസ്തിക്കാരൻ മാമല്ലൻ. ഇത് നരസിംഹദേവ ഒന്ന്. ആരാണ്? നരസിംഹദേവ ഒന്നാമൻ. നരസിംഹദേവ ഒന്നാമനാണ്. അദ്ദേഹം ഗംഗാ ഡൈനാസ്റ്റി, ഈസ്റ്റേൺ ഗംഗാ ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്നു. അദ്ദേഹമാണ് കൊണാർക്കിലെ നമ്മൾ ഇതാ കാണുന്ന സൺ ടെമ്പിൾ, സൂര്യക്ഷേത്രം, നമ്മുടെ സൺ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്ന കൊണാർക്കിലെ സൂര്യക്ഷേത്രം ബിൽഡ് ബൈ നരസിംഹദേവ ഒന്നാമൻ. ഇനി ഇതേ വംശത്തിലെ, ഇതേ ഈസ്റ്റേൺ ഗംഗാ ഡൈനാസ്റ്റിയിലെ മറ്റൊരു രാജാവായിരുന്നു അനന്തവർമ്മൻ ചോടഗംഗ. അനന്തവർമ്മൻ ചോടഗംഗ ഇദ്ദേഹമാണ് നമ്മുടെ ഒഡീഷയിലെ പൂരി ജഗന്നാഥ ടെമ്പിൾ കെട്ടിയത്. ഒഡീഷയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്ഷേത്രമാണ് നമ്മുടെ പൂരിയിലെ ജഗന്നാഥ ക്ഷേത്രം, ജഗന്നാഥ ടെമ്പിൾ. ആ ജഗന്നാഥ ക്ഷേത്രം കെട്ടിയത് ഇതേ ഗംഗാ ഡൈനാസ്റ്റിയിലെ തന്നെ അനന്തവർമ്മ ചോടഗംഗയാണ് എന്ത് കെട്ടിയത്? പൂരി ജഗന്നാഥ ടെമ്പിൾ അല്ലെ. ഇനി ഒഡീഷയിൽ ഏറ്റവും മനോഹരമായ മൂന്നാമത്തെ വലിയൊരു ക്ഷേത്രമുണ്ട്, അതാണ് ലിംഗരാജ ക്ഷേത്രം. ലിംഗരാജ അല്ലെ, അത് കൊണാർക്കിലെ സൺ ടെമ്പിൾ, പൂരി ജഗന്നാഥ ടെമ്പിൾ, ലിംഗരാജ ക്ഷേത്രം. ഇതാണ് ഒഡീഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ക്ഷേത്രങ്ങൾ. അതിൽ ലിംഗരാജ ക്ഷേത്രം കെട്ടിയത് സോമവംശി എന്ന് പറയുന്ന ഡൈനാസ്റ്റിയിലെ ജജാതി കേസരി എന്ന് പറയുന്ന രാജാവാണ് കേട്ടാ. അപ്പൊ ഇത് കൊണാർക്കിലെ സൺ ടെമ്പിളും പൂരി ജഗന്നാഥ ടെമ്പിളും കെട്ടിയത് ഏത് ഡൈനാസ്റ്റിക്കാരാ? ഗംഗാ ഡൈനാസ്റ്റിക്കാരാ അല്ലെ. ഗംഗാ ഡൈനാസ്റ്റിയിലെ നരസിംഹദേവ ഒന്നാമനാണ് സൺ ടെമ്പിൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ആണ്, കൃത്യമായി പഠിച്ചു വെച്ചോ. നരസിംഹദേവ ഒന്നാമൻ. ഇനി അതേ വംശത്തിലെ അനന്തവർമ്മ ചോടഗംഗനാണ് എന്ത് കെട്ടിയത്? നമ്മുടെ ഒഡീഷയിലെ പൂരി ജഗന്നാഥ ക്ഷേത്രം കെട്ടിയത്. ഇനി മൂന്നാമത്തെ ലിംഗരാജ കെട്ടിയത് വേറൊരു ഡൈനാസ്റ്റിക്കാരായ ഡൈനാസ്റ്റി സോമവംശി. സോമവംശി എന്ന് പറയുന്ന ഡൈനാസ്റ്റിയിലെ ജജാതി കേസരി എന്ന് പറയുന്ന രാജാവാണ് ഒഡീഷയിലെ ലിംഗരാജ ക്ഷേത്രങ്ങൾ കെട്ടിയത്, ലിംഗരാജ ടെമ്പിൾ കേട്ടോ. ഇതിലെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് നമ്മുടെ സൺ ടെമ്പിൾ ആണ്, വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. നമുക്ക് ഫിഗറിൽ കാണാം, ഇത്രയും മനോഹരമായ ഒരു ടെമ്പിളാണ് നമ്മുടെ കൊണാർക്കിലെ ക്ഷേത്രം, സൂര്യക്ഷേത്രം. അത് കെട്ടിയത് നരസിംഹദേവ ഒന്നാമനാണ്. അപ്പൊ ഈ കോംപ്ലക്സും കണ്ടല്ലോ. അപ്പൊ ഒഡീഷ നമ്മൾ കണ്ടു. നമുക്കിനി അടുത്ത ഒരു സെറ്റിലോട്ട് പോവാം. അടുത്തത് നമുക്ക് നോക്കാം. യെസ്, അടുത്ത നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കുറച്ച് ക്ഷേത്രങ്ങളാണ് നോക്കാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ മധ്യപ്രദേശിലെ ഖജുറാവോ ക്ഷേത്രങ്ങൾ. നമ്മുടെ മധ്യപ്രദേശിലാണ് ഖജുറാവോ ക്ഷേത്രങ്ങൾ. ഖജുറാവോ നമുക്കറിയാം, ഖജുറാവോയും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന മറ്റൊരു ക്ഷേത്രമാണ് ഖജുറാവോ ക്ഷേത്രങ്ങൾ. എവിടെയാ? മധ്യപ്രദേശിൽ വരുന്നു. ഇത് കെട്ടിയ ഡൈനാസ്റ്റി ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഖജുറാവോ ക്ഷേത്രങ്ങൾ കെട്ടിയത് ചണ്ടേല ഡൈനാസ്റ്റിയാണ്. ചണ്ടേല രാജാക്കന്മാരാണ് എന്ത് കെട്ടിയത്? ഖജുറാവോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. ഖജുറാവോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് ആരാണ്? ചണ്ടേല ഡൈനാസ്റ്റി. ചണ്ടേല ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാരാണ് എന്ത് നിർമ്മിച്ചത്? ഖജുറാവോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. അതും ഖജുറാവോ ഒരു കോംപ്ലക്സ് ആണ്, വലിയൊരു കോംപ്ലക്സ് ആണ്. അവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത്. അവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെമ്പിൾ ആണ് കാണ്ടരിയ മഹാദേവ ക്ഷേത്രം. ഇതാണ് കേട്ടോ ഈ ഫിഗറിൽ കാണുന്നത്. ഇതാണ് കാണ്ടരിയ മഹാദേവ ക്ഷേത്രം. ഈ കാണ്ടരിയ മഹാദേവ ക്ഷേത്രമാണ് അവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെമ്പിൾ. നിങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും ടോപ്പ് നോക്കിയാണ് കണ്ട, നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇതാണ് ശിഖാര. ഇത് നാഗര സ്റ്റൈൽ അല്ലേ? ഇത് നാഗര സ്റ്റൈലാണ്. ഇതാണ് ശിഖാര. ടോപ്പിൽ കണ്ട അമലക കണ്ട, ടോപ്പിൽ കണ്ടോ അമലക, അമലക ശിഖാര അല്ലേ. സോ ഇത് എന്ത് സ്റ്റൈലാണ്? നാഗര സ്റ്റൈൽ ഓഫ് ടെമ്പിൾസ് ആണ്. അവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെമ്പിൾ ആണ് കാണ്ടരിയ മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ്
ഖജുറാഹോയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെമ്പിൾ. വിച്ച് ഡൈനാസ്റ്റി ബിൽഡ് ബൈ ചണ്ടേല ഡൈനാസ്റ്റി. ദെൻ അടുത്ത് വളരെ ഫേമസ് ആയി നമുക്ക് ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസാമിലെ കാമാഖ്യ ക്ഷേത്രം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരുപാട് തവണ. ഫസ്റ്റ് ഓഫ് ഓൾ, കാമാഖ്യ ക്ഷേത്രം എവിടെയാണ്? ആസാമിലാണ്. ആസാമിലെ ഗുവാഹത്തി സിറ്റിയിലാണ് ഈ ഒരു ടെമ്പിൾ ഇരിക്കുന്നത് കേട്ടോ. ആസാമിലെ ഗുവാഹത്തിയിൽ, അതും നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെ കരയിൽ. ഒരിക്കൽ എക്സാമിന് ചോദിച്ചു കേട്ടാ, കാമാഖ്യ ടെമ്പിൾ ഏത് റിവറിൻ്റെ? ഓൺ ദ ബാങ്ക്സ് ഓഫ് ബ്രഹ്മപുത്ര. നമ്മുടെ ബ്രഹ്മപുത്ര നദിയുടെ കരയിൽ ആസാമിലെ ഗുവാഹത്തിയിലാണ് ഈ ഒരു കാമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാമാഖ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് അംബുബാച്ചി മേള എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PVQ കൂടിയാണ്. ഇന്ത്യയിലെ ഏത് സിറ്റി അല്ലെങ്കിൽ ഏത് ടെമ്പിളിൽ നടക്കുന്ന ആഘോഷമാണ് അംബുബാച്ചി മേള എന്ന് ചോദിച്ചാൽ കാമാഖ്യ ആസാമിലെ കാമാഖ്യ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് ഏത്? അംബുബാച്ചി മേള എന്ന് പറയുന്നത്. അംബുബാച്ചി മേള എവിടെയാണ്? കാമാഖ്യ, ഗുവാഹത്തി, അസാം. ഏത് റിവർ? ആസാമാണ്. പിന്നെ ഒരു ഡൗട്ടും ഇല്ലടാ, റിവർ ആരാണത്? നമ്മുടെ ബ്രഹ്മപുത്രയാണ് അല്ലേ? ആസാമാണ്, പിന്നെ ഒരു ഡൗട്ടും ഇല്ല, റിവർ ആര് തന്നെയാണ്? ബ്രഹ്മപുത്ര. ഓക്കെ, ഇതിന് അടുത്തോട്ട് പോയല്ലോ. അടുത്ത ഏറ്റവും ഫേമസ് ആയ അടുത്തൊരു ടെമ്പിൾ ആണ് നമ്മുടെ ഗുജറാത്തിലെ PVQ ആണ്. സോമനാഥ ക്ഷേത്രം അല്ലേ? ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം. സോമനാഥ് ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ടെമ്പിൾ ആണ് അല്ലേ? എന്തുകൊണ്ടാ? ഗസനിയുടെ സോമനാഥ ക്ഷേത്രം കൊള്ളയടി അല്ലേ? നമ്മുടെ തുർക്കിയിൽ നിന്നും മഹ്മൂദ് ഗസനി അല്ലേ 1025-26 കേട്ടോ. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ചില ക്വസ്റ്റ്യനിൽ 25 കാണും, ചിലതിൽ 26 കാണും. സോ നിങ്ങൾ ഓപ്ഷൻ നോക്കി എടുത്താൽ മതി. 1025-1026 കാലഘട്ടങ്ങളിലാണ് ഗസനിയുടെ സോമനാഥ് അറ്റാക്ക്. അങ്ങനെ സോമനാഥ് അറ്റാക്ക് അത്രയും ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ പേര് കേട്ടൊരു ലൂട്ടറാണ്. ലൂട്ട് ചെയ്ത ആരാണ്? തുർക്കിയിൽ നിന്നുള്ള മഹ്മൂദ് ഗസനിയുടെ സോമനാഥ് അറ്റാക്ക്. ഏത് വർഷം? AD 1025-26 രണ്ടും അല്ലെ? അതിലൊരു ഓപ്ഷൻ ആയിരിക്കും നമുക്ക് വരുന്നത്. സോ സെലക്ട് ചെയ്യാം, 25 അല്ലെങ്കിൽ 26. ഇതെവിടെ ഇരിക്കുന്ന സോമനാഥ് ക്ഷേത്രം? ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറെ രണ്ട് ഫേമസ് ടെമ്പിൾ നമ്മുടെ ഉത്തരാഖണ്ഡിലെ രണ്ട് ക്ഷേത്രങ്ങളാണ്. യെസ്, ഏതൊക്കെയാ? ഒന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ടെമ്പിളും മറ്റൊന്ന് ബദരീനാഥ് ടെമ്പിളും. രണ്ടും ഫേമസ് ആണ് അല്ലേ? ഉത്തരാഖണ്ഡിലെ രണ്ട് ഫേമസ് ടെമ്പിളാണ് ഏത്? ഒന്ന് കേദാർനാഥും മറ്റൊന്ന് ബദ്രീനാഥ്. ഇതിൽ നമ്മുടെ കേദാർനാഥ് ക്ഷേത്രം മന്ദാകിനി എന്ന് പറയുന്ന നദിയുടെ കരയിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഉത്തരാഖണ്ഡിലെ മന്ദാകിനി നദിയുടെ കരയിലാണ് കേദാർനാഥും. എന്നാൽ ബദ്രീനാഥ് നമ്മുടെ ഉത്തരാഖണ്ഡിലെ അളകനന്ദ എന്ന് പറയുന്ന നദിയുടെ തീരത്തും. അളകനന്ദ, നമ്മുടെ ബദ്രീനാഥ് അല്ലൂർജിന്റെ ഫിലിം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ സിനിമയിൽ നമുക്ക് അളകനന്ദ നദി കാണാൻ പറ്റും. അതിൽ തമന്നയുടെ പേര് പോലും എന്താ? അളകനന്ദ എന്നാണല്ലേ. അല്ലൂർജിന്റെ പേര് ബദ്രീനാഥ്, തമന്നയുടെ പേര് അളകനന്ദ. അത് ആ റിവറും ക്ഷേത്രവും തമ്മിലുള്ള ഒരു ബന്ധം കൂടിയാണ് കേട്ടോ. അളകനന്ദ നദിയുടെ തീരത്താണ് ബദ്രീനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മന്ദാകിനിയുടെ കരയിലാണ് കേദാർനാഥ് ക്ഷേത്രം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, വളരെ ഫേമസ് ആണ്. രണ്ടും എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത ക്ഷേത്രത്തിലോട്ട് പോയാലോ? അടുത്ത നമുക്ക് കുറച്ച് ക്ഷേത്രത്തോടെ നോക്കാം. യെസ്, അടുത്ത കുറച്ച് പ്രധാന ടെമ്പിൾ ആണ്. അതിലൊന്നാണ് നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ വിഷ്ണുപൂർ ടെമ്പിൾ കേട്ടോ. 2 വട്ടം SSC എക്സാമിന്റെ CSL എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. CSL ചോദിച്ചതാണ് വിഷ്ണുപൂർ ടെമ്പിൾ. ഫസ്റ്റ് ചോദിച്ചത് വിഷ്ണുപൂർ എവിടെ ഇരിക്കുന്നു എന്നാണ്. വിഷ്ണുപൂർ വെസ്റ്റ് ബംഗാളിലാണ്. എന്താണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ക്ഷേത്രം നമുക്ക് ഈ ഫിഗറിൽ കാണാം. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത, ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് ചെളിയും കളിമണ്ണും വെച്ച് ഉണ്ടാക്കിയതിനു ശേഷം ചുട്ടെടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അതായത് ചെളിയും കളിമണ്ണും വെച്ചൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം എന്ത് ചെയ്യും? ചുട്ടെടുക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടെറാക്കോട്ട എന്ന് പറയും. ഇന്ത്യയിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു ടെറാക്കോട്ട ടെമ്പിൾ ആണ് ബംഗാളിലെ വിഷ്ണുപൂർ കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ട് ഏറ്റവും വലിയ ഒരു ടെറാക്കോട്ട ടെമ്പിൾ. ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ ചെളി വെച്ച് ഉണ്ടാക്കിയതിനു ശേഷം ചുട്ടെടുക്കുന്ന ആ പ്രതിമകൾ അല്ലെങ്കിൽ ആ പ്രോസസ് വിളിക്കുന്ന പേരാണ് ടെറാക്കോട്ട. അങ്ങനെ ടെറാക്കോട്ടയിൽ ഉണ്ടാക്കിയ ഇന്ത്യയിലെ ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ്
ബിഷ്ണുപൂർ ടെമ്പിൾ എവിടെയായിരിക്കുന്നത്? ഇത് നമുക്ക് വെസ്റ്റ് ബംഗാളിൽ പോയ ഈ ടെമ്പിൾ കാണാം. ഫ്യൂച്ചറിൽ ഏകദേശം ഒരു 4-5 വർഷത്തിനുള്ളിൽ ഈ സ്ഥലം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ആവും കേട്ടോ. ഇനി വരാനുള്ള റിസർവ് ലിസ്റ്റിൽ, യുനെസ്കോയുടെ റിസർവ്ഡ് ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ആരുണ്ട്? ബിഷ്ണുപൂർ ടെമ്പിൾ ഉണ്ട്. ഫ്യൂച്ചറിൽ കൂടിപ്പോയ ഒരു 4-5 വർഷത്തിനുള്ളിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരാൻ പോകുന്ന സ്ഥലം കൂടിയാണ് ബംഗാളിലെ ബിഷ്ണുപൂർ ടെമ്പിൾ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്ഷേത്രം, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് നമ്മുടെ ഹർമന്ദിർ. ആരാ ഹർമന്ദിർ? നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ. എവിടെ? അമൃത്സർ അല്ലേ? നമ്മുടെ അമൃത്സറിലെ സുവർണ ക്ഷേത്രം ഗോൾഡൻ ടെമ്പിൾ. ഗോൾഡൻ ടെമ്പിളിന്റെ യഥാർത്ഥ പേരാണ് ഹർമന്ദിർ എന്ന് പറയും. ഹർമന്ദിർ അഥവാ ഗോൾഡൻ ടെമ്പിൾ. ഹു ബിൽഡ് ഇറ്റ്? ആരാണ് കെട്ടിയെന്ന് അറിയോ? ഹർമന്ദിർ കെട്ടിയത് 5ാമത്തെ സിഖ് ഗുരുവായ ഗുരു അർജൻ ദേവ് ആണ് ബിൽഡ് ചെയ്തത്. ഹു ബിൽഡ് ഹർമന്ദിർ? ആരാണ് ഹർമന്ദിർ കെട്ടിയെന്ന് ചോദിച്ചാൽ ആരാണ്? 5ാമത്തെ സിഖ് ഗുരുവായ ഗുരു അർജൻ ദേവ് ആണ് എന്ത് ബിൽഡ് ചെയ്തത്? ഹർമന്ദിർ ബിൽഡ്. ഹർമന്ദിർ അഥവാ മറ്റൊരു പേരാണ് എന്ത്? ഗോൾഡൻ ടെമ്പിൾ. അതിന്റെ യഥാർത്ഥ പേരാണ് ഹർമന്ദിർ. ആരാ ബിൽഡ് ചെയ്തത്? 5th ഗുരു, 5ാമത്തെ ഗുരു അർജൻ ദേവ്. 5ാമത്തെ ഗുരുവിന്റെ പേരെന്താണ്? അർജൻ. ആ വാക്ക് നോക്കൂ, 5ാമത്തെ ഗുരു, 5 അർജനെ അഞ്ചാൻ നോക്കിയാൽ മതി. അർജൻ അഞ്ചാൻ, 5ാമത്തെ ഗുരു അഞ്ചാൻ അർജൻ. ആ അർജനാണ് എന്ത് കെട്ടിയത്? ഗോൾഡൻ ടെമ്പിൾ അഥവാ ഹർമന്ദിർ. ഹർമന്ദിർ ഇരിക്കുന്ന ഏത് സിറ്റിയിലാ? പഞ്ചാബിലെ അമൃത്സറിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി 1-2 വളരെ ഫേമസ് ആയ 1-2 വേറെ ക്ഷേത്രം നമുക്ക് നോക്കാം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടെമ്പിളാണ് ജമ്മു കാശ്മീരിലെ വൈഷ്ണവോ ദേവി ക്ഷേത്രം. ഇതൊരു PYQ ആണ്, അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തേട്ടാ. മുൻ വർഷത്തിൽ ചോദിച്ചതാണ് വൈഷ്ണവോ ദേവി ക്ഷേത്രം എവിടെയായിരിക്കുന്നത്? ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് വൈഷ്ണവോ ദേവി ക്ഷേത്രം. പിന്നെ അതായത് നമുക്ക് വരുന്നതാണ് അങ്കോർ വാട്ട്. എന്തുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ അങ്കോർ വാട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പിൾ. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഏത്? അങ്കോർ വാട്ട് ക്ഷേത്രം. അങ്കോർ വാട്ട് വരുന്നത് നമ്മുടെ കംബോഡിയയിലാണ്. ഏത് രാജ്യത്താണ്? കംബോഡിയയിലാണ് ഈ ഒരു അങ്കോർ വാട്ട് ടെമ്പിൾ വരുന്നത്. അത് കെട്ടിയത് കേമർ വംശത്തിലെ സൂര്യവർമ്മൻ 2 എന്ന് പറയുന്ന രാജാവാണ് കേട്ടോ. സൂര്യവർമ്മൻ 2. വലിയൊരു ക്ഷേത്രമാണ്. നിങ്ങൾ ഫിഗേഴ്സ്, ഫോട്ടോസോ വീഡിയോസോ ഒക്കെ നോക്കിയാൽ കാണാം. വലിയൊരു ടെമ്പിളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് അങ്കോർ വാട്ട് കേട്ടോ. അങ്കോർ വാട്ട് ക്ഷേത്രം എവിടെയാണ്? കംബോഡിയ. ഏത് രാജ്യത്ത്? കംബോഡിയ. അത് കെട്ടിയത് ഖെമർ വംശത്തിലെ സൂര്യവർമ്മൻ 2 എന്ന് പറയുന്ന രാജാവാണ് ആ ഒരു ടെമ്പിള് നിർമ്മിച്ചത്. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ കാണുന്ന ടെമ്പിളാണ് ഇത്. ഞാൻ എടുക്കാൻ കാരണം ഇതും PYQ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ നേപ്പാളിലെ കാഠ്മണ്ഡുവിലുള്ള പശുപതിനാഥ് ടെമ്പിൾ. 1-2 വട്ടം CGL എക്സാമിന് SSCക്ക് ചോദിച്ചിട്ടുണ്ട്. പശുപതിനാഥ് ക്ഷേത്രം എവിടെയാണ്? നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് ഈ ഒരു ക്ഷേത്രം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഇത് നേപ്പാളിൽ നിന്നും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിലുണ്ട്. ഇന്ത്യ എന്നല്ല, നേപ്പാളിൽ നിന്നും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഏത്? ഈ പശുപതിനാഥ് ടെമ്പിൾ. 1-2 വട്ടം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രം കേട്ടോ. നേപ്പാളിലാണ്. നേപ്പാളിൽ എവിടെയാ? കാഠ്മണ്ഡുവിലാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഈ ഒരു സെറ്റിൽ വന്ന ക്ഷേത്രങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മളെ എക്സാമിന് ധാരാളം തവണ ചോദിച്ച ക്ഷേത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തത് അല്ലേ. സോ ഇത്രയും ടെമ്പിൾസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഏകദേശമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ക്ഷേത്രങ്ങളെ പറ്റിയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ലഭിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് അല്ലാതെ കുറച്ച് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചെറിയ ഇപ്പം നമുക്ക് ചോദിക്കും ശബരിമല എവിടെ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ശബരിമല എവിടെയാണ്? പത്മനാഭസ്വാമി ക്ഷേത്രം എവിടെയാണ്? മൃദുകേശ്വർ ക്ഷേത്രം എവിടെയാണ്? അങ്ങനത്തെ കുറേ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. അല്ല, ഹിസ്റ്റോറിക്കലി വരുന്നതും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ വരുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. സോ അടുത്ത് ഇതുപോലുള്ള പുതിയ ടോപ്പിക്സുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും എത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു.